ഈ സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് സമീർ സി മുഹമ്മദ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. സമീർ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി മാറാൻ പോകുന്നത് ഇന്ന് വയനാട് ജില്ലയായിരിക്കും. വയനാട് പുൽപ്പള്ളി മേഖലയിൽ ഇറങ്ങിയ നരഭോജിക്കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ആ മേഖലയിലുള്ള ആളുകളുടെ ആശങ്ക, ഏറ്റവും പുതിയ വിവരങ്ങൾ, ദൗത്യം ഏത് തരത്തിൽ ഏകോപിപ്പിക്കാനാണ് ആലോചിക്കുന്നത്? വിവരങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള നരഭോജി കടുവയെ പിടികൂടുമോ എന്നുള്ളതാണ്. അവിടെ അതിനെ വെടിവെച്ച് പിടികൂടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിരുന്നു, പക്ഷേ കൂടിലേക്ക് ഈ കടുവ അടുക്കുന്നില്ല. കൂടുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലേക്കുള്ള നടപടിയിലേക്കൊക്കെ പോകുമ്പോഴും പക്ഷേ അത് കൂട്ടിൽ കയറാൻ തയ്യാറാവുന്നില്ല, അങ്ങനെ പിടികൂടാൻ കഴിയുന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് വനംവകുപ്പ് അതിനെ മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെറ്ററിനറി ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ അവിടെ സഹായികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മയക്ക് വെടിവെക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ജനവാസ മേഖലയിലേക്ക് ഈ കടുവ എത്തിയിരുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നു. അത് ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഈ കടുവ ഒരാളെ കടിച്ചു കൊന്നത്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഒരു തലക്കൽ നടന്നു വരുന്നു. ആ വേളയിൽ തന്നെ ഇത് വീണ്ടും ജനവാസ മേഖലയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ഇത് കേരള വനംവകുപ്പിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതല്ല എന്ന കാര്യം കൂടി വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കർണാടക വനംവകുപ്പ് പിടികൂടി പിന്നീട് അതിർത്തിയിൽ കൊണ്ടുവന്ന് വിട്ടതാകാം. അതായിരിക്കാം കേരളത്തിലേക്ക് എത്തിയത്, പുൽപ്പള്ളിയിലേക്ക് എത്തിയത് എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടരുന്നുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഈ കടുവ തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ തുടരുന്നത്, വയനാട്ടിൽ തുടരുന്നത്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.